മോളിവുഡ് ടൈംസ്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ കുറെ പറയാനുണ്ട്. കുറെ പറയാനെന്ന് പറഞ്ഞാൽ കുറെ പറയാം. ഞാൻ സാധാരണ ഈ സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് അപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ച പല പോയിന്റ്സും മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം എന്റെ മെയിൻ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഭയങ്കര ഒരു സിനിഫൈലാണ്. ഞാൻ സിനിമ എന്ന് പറഞ്ഞ് കുറെ നാൾ നടന്ന ഒരാളാണ്. അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല ഇതെന്ന് വിചാരിച്ച് ഞാൻ നിർത്തി വന്നതാണ്. ഇപ്പോഴും എൻ്റെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ പലരും ചോദിക്കാറുണ്ട്, ബ്രോ സിനിമ അഭിനയിക്കുന്നുണ്ടോ, സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, പിന്നെ അല്ലാതെ ഒരുപാട് ഓഫേഴ്സ് എനിക്ക് വരാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് വേണ്ടാന്ന് വെച്ച് നിർത്തി വന്ന ഒരാളാണ്. അപ്പൊ ഇതിനകത്ത് പല കാര്യങ്ങളും എനിക്ക് അതുപോലെ കണക്ട് ആകുന്നുണ്ട്. ഒരു സിനിമ ഭ്രാന്തന്റെ കഥയാണ്. അതായത് സിനിമയുടെ ഒബ്സഷനായിട്ട് സിനിമ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളുടെ കഥയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ അഭിനവ് സുന്ദർ നായക് അദ്ദേഹത്തിനാണ്. കാരണം അതിന്റെ ആ ഒരു രീതിയിലാണ് പുള്ളി എടുത്തത്. ഞാൻ ഈ ഒരു സിനിമ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹം തന്നെയാണ്. പുള്ളിയുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതുപോലെ നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് സിനിമയിൽ അതിന്റെ ഒരു പെർസ്പെക്റ്റീവ്, അതിന്റെ ഒരു POV പോകുന്നത് മുകുന്ദനുണ്ണി ഇങ്ങനെ മനസ്സിൽ പറയുന്ന അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്ന പുള്ളിയുടെ ചിന്തകൾ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടാണ്. അപ്പം സെയിം ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ സിനിമയിലും കൊടുത്തിരിക്കുന്നത്. നെസ്ലന്റെ മനസ്സിലെ തോട്ട്സ് നമ്മളെയും കൂടെ കേൾപ്പിച്ച് പറയുന്നു, അങ്ങനെ കഥ പറഞ്ഞു പോകുന്നു. പക്ഷെ ഒരു കാര്യം അവിടെ നിന്നാണ്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ വിനീത് ശ്രീനിവാസൻ കൊടുത്തൊരു പെർഫെക്ഷൻ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പെർസ്പെക്റ്റീവിൽ നെസ്ലന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നെസ്ലൻ മോശമായിട്ട് ചെയ്യുന്നല്ല പറയുന്നത്, ഇൻ കമ്പാരിസൺ അത്രയും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയുടെ നെഗറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്തു എന്ന് പലരും പറയുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ബാക്ക് ടു ബാക്ക് നായകൻ വിജയത്തിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പൊ അത് കാണുമ്പം എല്ലാവർക്കും ഒരു ഹൈ കിട്ടും. പക്ഷേ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും, ഫസ്റ്റ് ഹാഫ് എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും ഓഡിയൻസിൽ കുറെ പേര് ഒരു ഇറിറ്റേഷൻ ഒക്കെ കാണിക്കുന്ന എനിക്ക് മനസ്സിലായി. ഇതെന്ത് സിനിമ, അങ്ങനെയൊക്കെ ഒരു പലരും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല ഇത്. ഒരുപക്ഷെ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ അത്രത്തോളം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സിനിമ, അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ അല്ലാത്തൊരു സാധാരണ പ്രേക്ഷകന് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇപ്പൊ നമുക്ക് ആദ്യം തുടക്കം തൊട്ടേ റീകോൾ ചെയ്ത് പറഞ്ഞു പോവാം. ആദ്യം വരുന്ന ജഗദീഷിന്റെ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു പ്രശസ്ത നോവലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചേസ് ചെയ്യേണ്ടത് വാല്യൂ ആണ്, നമ്മുടെ സെൽഫ് വാല്യൂ ആണ്. ഗ്രേറ്റ്നെസ് നമ്മളെ ഫോളോ ചെയ്യും. നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഒരു സെൽഫ് വാല്യൂ ആണ്. വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കോട്ടാണ്. നമ്മൾ വാല്യൂ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ്നെസ് നമ്മളെ ഫോളോ ചെയ്യും. നമ്മളല്ലാതെ ഗ്രേറ്റ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എത്തിപ്പെടണമെന്നില്ല. നെസ്ലൻ ചെയ്തിരിക്കുന്ന വിനീത് മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ പല സ്ഥലങ്ങളിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഈ സിനിമയിൽ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇവൻ എന്താ ഇങ്ങനെ ഇത്രയും എക്സ്ട്രീമിസ്റ്റ് ആകേണ്ട കാര്യമുണ്ടോ? കാരണം പെർഫെക്ഷനിസം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഒബ്സഷൻ ആയ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല അവർ ചെയ്യുന്ന വർക്കിൽ. അത് തന്നെയാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. കാരണം എന്ത് ചെയ്താലും ഗ്രേറ്റ് ആയിട്ട് ചെയ്യണം, എന്ത് ചെയ്താലും അങ്ങ് എക്സ്ട്രീം ലെവലിൽ ചെയ്യണം എന്നൊക്കെയുള്ള കുറെ ചിന്താഗതികൾ. നമുക്ക് അപ്പപ്പോൾ കിട്ടുന്ന ചാൻസസ് നമ്മൾ എടുക്കണം. നമ്മളെല്ലാം പെർഫെക്ഷൻ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. നമുക്ക് കിട്ടുന്ന ചാൻസ് ചിലപ്പോൾ ചെറുതായിരിക്കും. ആ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കയറി പോകാൻ ശ്രമിക്കണം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, നെസ്ലന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. പുള്ളിക്ക് എപ്പോഴും ഗ്രേറ്റ്നെസ് വേണം. അപ്പൊ ഞാൻ കഥയിലേക്ക് കൂടുതൽ പറയുന്നില്ല, കഥ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്യാരക്ടർ എക്സ്പ്ലനേഷൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചത് സ്ഥിരമായിട്ട് ആ ഒരു ഓതറിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ശ്രദ്ധിക്കാതെയാണോ ഇത് ഇത്രയും പബ്ലിഷ് ചെയ്തത്? ഒന്ന് വായിച്ചു പോലും നോക്കാതെയാണോ മുഴുവൻ പബ്ലിഷ് ചെയ്തത്? അതുപോലെ തന്നെ നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് കുറെ ഫയൽസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഹാർഡ് ഡ്രൈവ് നശിപ്പിച്ച് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് ആ ഹാർഡ് ഡ്രൈവിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 5-6 പ്രാവശ്യമൊക്കെ അത് റീറൈറ്റ് ആവണം. അല്ലാതെ ചുമ്മാ നമ്മളിപ്പോൾ കമാൻഡ് ഡിലീറ്റ് കൊടുത്ത് മാക്കിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഹാർഡ് ഡ്രൈവ് കൊണ്ടുപോയിട്ട് വളരെ ഈസി ആയിട്ട് ഒരു പ്രോ അല്ലാത്ത ആൾക്ക് പോലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ അങ്ങനെ കുറെ ഫയൽസ് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒരു ലോജിക്കൽ എററാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലുള്ള പൊളിറ്റിക്സ് തന്നെയാണ്. കാരണം സിനിമയിൽ നമ്മൾ രക്ഷപ്പെടണ കഴിവ് മാത്രം പോരാ, പൊളിറ്റിക്സ് കളിക്കാൻ അറിയണം, മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയണം. ഇതൊന്നും അറിയാതെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വെള്ളം പോലെ ആയിരിക്കണം. നമ്മൾ ഏത് പാത്രത്തിൽ കൊണ്ടുപോയിച്ചാലും ആ പാത്രത്തിന്റെ ഒരു ഷേപ്പിലാകാൻ അങ്ങനെ ആകാൻ പറ്റുന്നവർക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്ക് ഒട്ടും പറ്റുന്നൊരു ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അത് ഞാൻ തിരിച്ചറിഞ്ഞ് എനിക്കൊട്ടും പറ്റില്ല എന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ച് ഞാൻ മാറിയത്. ഞാൻ എൻ്റെ ഒരുപാട് സമയം എൻ്റെ ലൈഫും അതിന്റെ പുറത്ത് വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ഞാൻ വേറൊരു മേഖലയിലേക്ക് തിരിഞ്ഞു, അതിലെനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റി.
അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിനകത്ത് കുറച്ച് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ആയി. അപ്പൊ ഞാൻ വേറൊരു രീതിയിലേക്ക് മാറി. ഇതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനല്ല, പുള്ളി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണം എന്നുള്ള ലെവലാണ്. പിന്നെ ബാക്ക് ടു നമ്മൾ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അതിൽ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുന്ന കുറെ കാസ്റ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു, ഒരുപെട്ട എല്ലാ റിവ്യൂസിലും പറഞ്ഞു, ആൾക്കാർ അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് വളരെയധികം പറയണമെന്നുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അതിനെപ്പറ്റി പറയാതെ പോയി കഴിഞ്ഞാൽ ഈ റിവ്യൂ കംപ്ലീറ്റ് ആവില്ല. അതെന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസനാണ്. ആ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ കുറെ സിനിമയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഇങ്ങനെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അടിച്ച് വെളിയിൽ കളയും എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇപ്പൊ അതിരടി കണ്ടപ്പോഴാണെങ്കിലും അതിനു മുമ്പ് ഇങ്ങനെ കേമിയോ വന്നിട്ടുള്ള പല പടങ്ങളാണെങ്കിലും വല്ലാത്തൊരു ആക്ടറിന്റെ എവല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ പറയുന്നത്, പുള്ളിയുടെ ഫസ്റ്റ് പടത്തിൽ കുറെ പേരൊക്കെ പുള്ളിയെ മോശം പറയുന്ന കണ്ടു. അത് കഴിഞ്ഞ് പാട്ടും ഡയറക്ഷനും ആണോ അവനെ അത്ര സെറ്റ് ആകുന്നില്ലെന്ന് പറയുന്ന കണ്ടു. അവിടെ നിന്ന് ഈ മനുഷ്യൻ മാറിയൊരു എവല്യൂഷൻ ഉണ്ട്, ഒരു ഇവോൾവ് ചെയ്തൊരു സംഭവമുണ്ട്. പിന്നീട് അങ്ങോട്ട് വന്ന പല സിനിമകളിലും ലിറ്ററലി നമ്മളെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ ഒരു ജാതി ജാതകം, ഇങ്ങനെയൊക്കെയുള്ള കുറെ സിനിമകൾ. ഒരു ജാതി ജാതകം എന്നൊക്കെ പറയുന്നത് വിനീത് ശ്രീനിവാസന്റെ അഴിഞ്ഞാട്ട സിനിമയായിരുന്നു. പലർക്കും ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ ഒരു മനുഷ്യൻ ഈ സിനിമയ്ക്കകത്തേക്ക് വന്നപ്പോൾ അതുവരെ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരെ എല്ലാം കൂടെ സൈഡാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി അങ്ങ് വിളയാടുകയാണ്. ഇങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ നന്മപരമായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. ക്രൂക്കഡായിട്ടുള്ള ഭയങ്കര എന്താ പറയുന്ന കുരുട്ട് ബുദ്ധിയുടെ ആശാനായിട്ടുള്ള റോള് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. കുറച്ച് വില്ലനായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അങ്ങനെ എന്ത് സാധനം ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിങ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഏറ്റവും കിടു ഇപ്പം വിനീത് ശ്രീനിവാസനാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ഇപ്പൊ ഈ സിനിമയിൽ വന്നപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് നമ്മൾ പുള്ളിയുടെ കാണുന്നത്. അപ്പൊ പുള്ളിയെ പറ്റി പറയായിരുന്നു, ഈ റിവ്യൂ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഫീമെയിൽ ലീഡ് എന്ന് പറയുന്ന ക്യാരക്ടർ, ആ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന മൂവിയിൽ നിർവികാരിയായിട്ടിരിക്കുന്ന കാമുകി മാത്യു തോമസിന്റെ ഒരു രണ്ടാമത്തെ കാമുകി വരുന്നുണ്ട്. അതിനകത്ത് അവൻ പറയുന്നത് എനിക്കൊന്നും തോന്നില്ല. അപ്പൊ നിർവികാര ഫേസ് ഉള്ളൊരു കാമുകിയായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അത് തന്നെയാണെന്നാണ് എന്റെ തോന്നൽ. ആ കുട്ടി തന്നെ ആയിരിക്കും. സോ അവരാണ് ഇതിനകത്തൊരു ഫീമെയിൽ ലീഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഷറഫുദ്ദീൻ ഉണ്ട്. ഷറഫുദ്ദീൻ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ ഷറഫുദ്ദീനെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി ഷറഫുദ്ദീനെ ഇപ്പൊ കാണുമ്പോഴേ നമുക്കൊരു കുറുക്കൻ ഫീൽ ആണോ, ഇങ്ങനെ കുറുക്കനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി വെക്കാൻ വരുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള പല തോന്നലുകളാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഷറഫുദ്ദീനെ പറ്റി പറയുമ്പോൾ ഇതിനകത്ത് വേറെ എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് എന്റെ എക്സ്പെക്ടേഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. ഷറഫുദ്ദീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗീത് പ്രതാപ് മാനിപ്പുലേഷന്റെ അങ്ങേയറ്റം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. എങ്ങനെ കൊണ്ടിട്ടാലും നാലുകാലി വീഴുക, സിറ്റുവേഷൻസിനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ അവനവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആകുക. നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കഴിവും കൂടെ ഉള്ളവർക്ക് ടോപ്പ് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടാകും. പക്ഷെ നമ്മൾ പല ആളുകളുടെയും റിയൽ ആയിട്ടുള്ള ഫേസ് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ അൽത്താഫ്, പ്രേമം സിനിമയിലെയും ഞണ്ടുകളുടെ നാട്ടിലെ ഒരു ഇടവേളയുടെയൊക്കെ ഡയറക്ടർ അൽത്താഫ്, അദ്ദേഹം നല്ലൊരു റോൾ ഈ സിനിമയിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ക എക്സ്ട്രീമിസ്റ്റ് ഡാർക്ക് ഹ്യൂമർ ആണ് ഈ സിനിമ. അതായത് പല ആളുകളുടെയും മരണം എന്നൊക്കെ പറയുന്നത് നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള പല സിനിമകളിലും നമ്മൾ അങ്ങനെയുള്ള കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 2-3 തവണ വരുന്നുണ്ട്. അതൊക്കെ നല്ല ഹ്യൂമർ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഈ സിനിമ പോയി, നല്ല എൻഗേജിംഗ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ പല ആളുകളും എന്നൊക്കെ പറഞ്ഞിട്ട് നിരാശ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു കോൺഫിഡന്റോടെ പറയാൻ പറ്റാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണെന്നൊരു കോൺഫിഡന്റോടെ പറയാൻ പറ്റാത്ത. അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി ഓഫ് ആളുകൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഫാമിലി കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് മാത്രം പ്രതീക്ഷിച്ചൊക്കെ പോകുന്ന ഫാമിലികൾക്കൊക്കെ എത്രത്തോളം ഇത് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. മൂവി എന്നുള്ള രീതിയിൽ നല്ലൊരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടു നോക്കുക, നിങ്ങൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും ഒരു മോശം സിനിമയല്ല ഇത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതിലെനിക്കൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. നിങ്ങൾ പോയി കണ്ടു നോക്കുക. എനിക്ക് എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ വർക്കായി, ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ആയി. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റി. ഇതിനകത്ത് നെസ്ലൻ സ്ക്രിപ്റ്റ് കയറി കളയുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഞാൻ കത്തിച്ച് കളയുന്നു. അതുപോലെ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറെ കറങ്ങി നടന്ന ഒരാളാണ്. അങ്ങനെ കുറെ ഡയറക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവരങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് വേണ്ടാന്ന് വെച്ച് കീറിക്കളഞ്ഞു. പിന്നീട് ആ സിനിമയിലൊരു മെയിൻ പ്ലോട്ട് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആസിഡിന്റെ സംഭവമായിട്ട് വന്നു. അതുവരെ മലയാള സിനിമയിൽ ഒരു സിനിമയിലും അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പൊ അതൊരു ഫ്രഷ് ഐഡിയ ആയിരുന്നു അന്ന് എൻ്റെത്. ഒരു കൊലപാതകവും അതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കളയുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു സിനിമയുടെ തീം. അപ്പം 2021 ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. പിന്നെ ഈ ഒരു സംഭവമൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ വഴി നോക്കി പോയ കാരണം ഡസൻ മാറ്റർ. പക്ഷെ അന്നൊരു അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമയിലും ആ ഒരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ്
ഞാൻ എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം എൻ്റെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എഴുതിയൊരു കഥയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ടാലന്റിനേക്കാളും നമുക്ക് കൂടുതൽ ഇവിടെ വേണ്ടത് കണക്ഷൻസ് ആണ്. കണക്ഷൻസും ആളുകളെ ലൈവാക്കി നിർത്താനുള്ളൊരു കഴിവാണ്. മാത്രമല്ല, സിനിമയിലുള്ള പല കമ്പനികളും നമുക്ക് നിലനിർത്തണമെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊരു ദുശീലങ്ങളും വഴിവിട്ട പരിപാടികളൊക്കെ വേണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന എൻ്റെ ഹെൽത്തിനാണ്. അതുകൊണ്ട് കള്ളുകൂടി, സിഗരറ്റ് വലി അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്പനിയിലേക്ക് കയറി പറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന വെള്ളോടി കമ്പനി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു എൻട്രി കിട്ടും എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കമ്പനി അടിച്ചു പോകാനുള്ള സെറ്റപ്പിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചൊരു പരിപാടിയാണത്. പക്ഷെ ഇത് കണ്ടപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു പാസ്റ്റ് ഫുള്ള് റീകോൾ ചെയ്തു. ഒരുപാട് നൊസ്റ്റാൾജിയ ഹിറ്റ് ചെയ്തു ഈ സിനിമ. അപ്പം എനിക്കെന്തായാലും വർക്കായി, നിങ്ങൾക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേയൊക്കെ റിയാലിറ്റി ഉള്ള സിനിമയാണ്. പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ സിനിഫൈൽ ആയിട്ടുള്ള സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.